ഞാൻ ബിരിയാണി വെച്ച് അത് കഞ്ഞിയായി മാറിയ കഥയല്ലേ നിങ്ങൾ കേട്ടിട്ടുള്ളൂ. ഒരു അജ്ജ് വരുന്നാക്കെ എൻ്റെ മാതാജിയായിട്ട് ആദ്യമായിട്ട് ബിരിയാണി വെച്ച് അടപടലം മൂഞ്ചൊരു കഥയുണ്ട്. പറഞ്ഞ് നടക്കുന്ന ദിവസം കാലം കാലഘട്ടം നോട്ട് ചെയ്ത് വെച്ചോ. ഞാൻ കല്യാണം കഴിഞ്ഞ് കെട്ടിയവൻ്റെ വീട്ടിലേക്ക് പോകുന്നതിൻ്റെ ഒരാഴ്ച മുമ്പ് ഞാൻ എൻ്റെ വീട്ടിലെത്തിയെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഞങ്ങൾ ഇന്ന് ഉമ്മാൻ്റെ വീട്ടിലിരുന്ന് വാസം. അന്ന് മെയിനായിട്ട് ബിരിയാണിയിലെ ആശന്മാർ മാമിയും 2 മൂത്തമാരാണ്. ബാക്കിയുള്ളവർക്ക് ഇതിനെ കുറിച്ചൊരു കഥയില്ല. കാലഘട്ടം നോട്ട് ചെയ്ത് വെക്കാൻ പറഞ്ഞേ പ്രത്യേകിച്ചൊരു കാരണമുണ്ട്. അന്ന് നമ്മുടെ നാട്ടിൽ തോണ്ടി കളിക്കണ ഈ ഫോണില്ല, അത് എത്തിയിട്ടില്ല. ഓരോരോ അക്കങ്ങളും ഞെക്കി കുത്തി വിളിക്കുന്ന ഫോൺ ജനിച്ച് പിച്ച് വെച്ച് നടക്കുന്ന ഒരു കാലം. പിന്നെ ഇപ്പം എന്തെങ്കിലും ഊഹിക്കാനുള്ളൂ. ഇന്ന് യൂട്യൂബിൽ പോയി ബിരിയാണി അടിച്ചാൽ ബിരിയാണി വരുന്ന കാലമല്ല. അപ്പോൾ പെരുന്നാളിന് മുമ്പ് വീട്ടിലേക്ക് വരുമ്പോൾ മാമിയോട് ഇത് ചോദിച്ചും ഒരു കടലാസിലൊക്കെ എഴുതി വെച്ച് ഒപ്പിച്ച് വന്ന്. അനിയത്തിയുടെ കാര്യം പറയാന്നുണ്ടെങ്കിൽ അവൾക്ക് മുൻവിധി കുറച്ച് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അന്നത്തെ പെരുന്നാൾ അവൾ കുഞ്ഞുമാൻ്റെ വീട്ടിലോട്ട് കൂടി. പിന്നെ ഇപ്പോൾ ആരാളെന്ന് വെച്ചാൽ ഹജ്ജ് പെരുന്നാളല്ലേ. ഹജ്ജ് പെരുന്നാളിലെ മെയിൻ എന്താ? അറവ് നടക്കുന്നിടത്തേക്ക് ഓനും പോയി. രാവിലെ പെരുന്നാൾ ചായ പോലും കുടിക്കാതെ നമ്മുടെ പോത്തിനെ ഇറക്കാനായി എന്ന് പറഞ്ഞിട്ട് ഓനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇപ്പോൾ ആരാളുള്ളത്? ഞാൻ ഉമ്മാൻ്റെ ഹെൽപ്പറായിട്ട് അന്നത്തെ ദിവസം ഞാൻ അങ്ങോട്ട് നിന്ന്. പെരുന്നാൾക്ക് എല്ലാവർക്കേ ഈദ് മുബാറക്ക് പറയാൻ വേണ്ടി വിളിക്കാൻ ഫോണിൽ 20 രൂപ ചുരണ്ടി കയറ്റി. അങ്ങനെ ഫോണിൽ കയറ്റിയാൽ 17 രൂപയാണ് അന്നത്തെ കാലത്ത് ഫോണിൽ കയറുക. ഈ 17 രൂപയിൽ നിന്ന് ഓരോ മിനിറ്റ് വെച്ച് ഓരോരുത്തർക്ക് വിളിക്കാനായിരുന്നു നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ബിരിയാണി ആദ്യമായിട്ട് മൂപ്പര് വെക്കണം എന്നുള്ളതുകൊണ്ട് ഒടുക്കത്തെ സംശയങ്ങളായിരുന്നു. അങ്ങനെ സംശയങ്ങളൊക്കെ കൂടി വന്നപ്പോൾ എഴുതി വെച്ച് കടലാസ് പോരാന്നായി. പിന്നെ ഫോൺ അങ്ങോട്ട് എടുത്ത് കുത്തി അങ്ങോട്ട് വിളിച്ച് മാമിക്ക് തക്കാളി തന്നെ അടുത്ത് ഇടണം, അങ്ങനെ എന്തൊക്കെ സംശയങ്ങളായിരുന്നു. അതിൽ 17 മിനിറ്റും കഴിഞ്ഞ് 17 രൂപയും. പിന്നെ ഇപ്പം എന്താ എഴുതി വെച്ച് കടലാസ് ചേരണം. അങ്ങനെ അതൊക്കെ നോക്കിയിട്ട് നമ്മൾ ഫൈനൽ പ്രോസസ്സിലേക്ക് എത്തി. ഇതിനിടയിൽ പറയാന്നുണ്ടെങ്കിൽ സംശയങ്ങൾ ഒരു പെരുമഴ പെയ്ത് ഒഴുകിയിട്ടുണ്ട് അന്നത്തെ ദിവസം. സംശയങ്ങൾ ഉടലെടുക്കാനുള്ള മെയിൻ കാരണം എന്തെന്ന് പറഞ്ഞാൽ ഈദ് മുബാറക്ക് പറഞ്ഞ ഓരോരുത്തർ അങ്ങോട്ട് വിളിക്കും. ഈദ് മുബാറക്കും പറഞ്ഞ് വിശേഷങ്ങളും പറഞ്ഞ് വിളിയുടെ ദൈർഘ്യം 10 മിനിറ്റ് അങ്ങോട്ട് കൂടുമ്പോൾ ഇതുവരെ എന്തൊക്കെ ഇട്ട് ഇനി എന്തൊക്കെ ഇടണം എന്നുള്ളത് അവിടെ മറക്കും. പിന്നെ അങ്ങനെ നിൽക്കും 10-15 മിനിറ്റ് ഇനി എന്ത് ചെയ്യണം എന്നറിയാതെ. ഫോണിലെ ബാലൻസ് തീർന്നുകൊണ്ട് ഇനി വിളി എന്ന് പറഞ്ഞ സംഭവം നടക്കും. പിന്നെ പതരാ മടക്കി വെച്ച കടലാസ് ചേരണം. അത് നിവർത്തി അതിൽ നോക്കിയിട്ട് വീണ്ടും അങ്ങോട്ട് പോകും. മൂപ്പർക്ക് ഇതിനെ കുറിച്ചൊരു ധാരണ ഇല്ലാത്തതുകൊണ്ട് കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിലാണ് നമ്മളിത് മുന്നോട്ട് അങ്ങോട്ട് കൊണ്ടുപോയത്. അങ്ങനെ എഴുതി വെച്ചതും കേട്ടതും അവിടെ എവിടെയും കണ്ടതുമായതൊക്കെ നമ്മൾ കൂട്ടിച്ചേർത്ത് ഒരുവിധം നമ്മൾ അങ്ങോട്ട് പൂർത്തീകരിച്ച്. ഹെൽപ്പർ ഞാനല്ലേ, അപ്പം നമ്മളെ നിന്ന് ടേസ്റ്റ് നോക്കിയിരുന്നത്. ടേസ്റ്റ് നോക്കിയപ്പോൾ ഒരു രക്ഷയില്ല, അടിപൊളി ടേസ്റ്റ്. മസാല ഒരു രക്ഷയില്ല, അടിപൊളിയാണെന്നുകൊണ്ട് വെച്ച് കാച്ചി. അവിടെയാണ് നമുക്ക് പണി വളി. ആദ്യമായിട്ട് വെക്കുന്ന ബിരിയാണിക്ക് ഇത്ര ടേസ്റ്റ് ഉണ്ടെന്ന് അറിഞ്ഞ ആളന്ന് പൊങ്ങി. ഇതിനൊന്നുകൂടി ടേസ്റ്റ് കൂട്ടണം എന്ന് പറഞ്ഞാൽ മൂപ്പരെടുത്ത തീരുമാനമല്ലേ. അവിടെയാണ് നമ്മുടെ ദിവസം അങ്ങോട്ട് പോയത്. എല്ലാതും കഴിഞ്ഞ് ദമ്മിടാൻ നേരം അപ്പുറത്തെ പറമ്പിൽ പോയിട്ട് വാഴ ഇല വെട്ടിയിട്ട് മൂപ്പരത് അടിയിലും മേലെ കണ്ടിട്ട്. അടുപ്പിൻ്റെ കാര്യം പറയാന്നുണ്ടെങ്കിൽ ഒരാൾ അടുത്തൂടെ പോയാൽ മതി കരിയും, അമ്മാതിരി ചൂടായിരുന്നു. അങ്ങനെയുള്ള അടുപ്പിക്ക് ദമ്മിടാനും മൂപ്പരുതോട് കൊണ്ടുവച്ച് മോള് കുറച്ച് കനലും വാരിയിട്ട് കഴിക്കാൻ നേരം നമ്മൾ തുറന്നു നോക്കുമ്പോൾ വെള്ള അരിയൊക്കെ കരിഞ്ഞ് പുകയായിട്ടിരിക്കും. ഔൻ്റെടാ അവിടെ തീർന്നു നമ്മുടെ പെരുന്നാൾ. രാവിലെ ചായ കുടിക്കാതെ പോയ ആൾ ബിരിയാണി ഇപ്പം കിട്ടുന്ന സ്വപ്നം കണ്ടിട്ടാണ് പോയത്. 3 മണിക്ക് വിശന്ന് വന്ന ഇവൻ കാണുന്നത് കരിഞ്ഞ ബിരിയാണി. ലാസ്റ്റ് അവിടെ ഇവിടെയും കരിയാതെ കിടക്കുന്ന ഇറച്ചി പീസ് എടുത്തിട്ടാണ് അന്ന് നമ്മൾ വിശപ്പടക്കി. ഫോണൊന്നും ഇല്ലാത്തതുകൊണ്ടേ എന്നും നമ്മുടെ പെരുന്നാൾ വന്നാൽ എല്ലാവരും പറഞ്ഞു ചിരിക്കുന്ന ഒരു തമാശകൾ ഒന്നായി പിന്നീട് മാറി. ഫോൺ വന്നിട്ട് പോലും അന്നത്തെ ഈ കാര്യം എല്ലാ പെരുന്നാൾക്കും എല്ലാവരും ഓർക്കാറുണ്ട്. ഇഷ്ടമായ നമ്മളെ ഫോളോ ചെയ്യാൻ